നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഫേസ്ബുക്കിനകത്ത് എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ നമ്പറും നമ്മുടെ ഇമെയിൽ ഐ ഡിയും ഒക്കെ മാറ്റുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മൾ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയൊക്കെ മാറ്റുക എന്നാണ് നോക്കുന്നത്. പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ അവരുടെ പ്രവാസ ലോകത്തുള്ള മൊബൈൽ നമ്പർ ആയിരിക്കും ഉപയോഗിക്കുക. ഏതെങ്കിലും സാഹചര്യത്തിൽ നാട്ടിലേക്ക് എത്തേണ്ടി വന്നാൽ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വിദേശത്തുള്ള സിം കാർഡ് കട്ടായി പോവുകയൊക്കെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് പിന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് നിങ്ങളൊക്കെ തീർച്ചയായിട്ടും 2 മൊബൈൽ നമ്പറെങ്കിലും ആഡ് ചെയ്ത് വെക്കുക. നിങ്ങൾ പ്രവാസിയാണെങ്കിൽ നിങ്ങളുടെ പ്രവാസ ലോകത്തുള്ള മൊബൈൽ നമ്പറും നാട്ടിലുള്ള നിങ്ങളുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും മൊബൈൽ നമ്പറോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നഷ്ടപ്പെട്ടാൽ ആ ഒരു നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഇമെയിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിതുപോലെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത ശേഷം ഫേസ്ബുക്കിൻ്റെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ ഏറ്റവും മുകളിൽ സെറ്റിംഗ്സ് സെൻറ്റർ ഐക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളൊരു ബോക്സ്, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വരാം. ഇവിടെ കാണാൻ നിങ്ങൾക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കോൺടാക്റ്റ് ഇൻഫോ എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ മൊബൈൽ നമ്പറുകളും ഇമെയിൽ ഐ ഡിയും കാണാൻ സാധിക്കും. ഇവിടെ ആവശ്യമില്ലാത്ത മൊബൈൽ നമ്പർ ഏതാണെങ്കിൽ ജസ്റ്റ് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡിലീറ്റ് നമ്പർ എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ആ മൊബൈലിലേക്ക് ഒരു OTP വരും. ഒരു OTP ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ OTP കൊടുത്ത് വീണ്ടും ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ഡിലീറ്റ് ആയിപ്പോൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ മുകളിൽ കാണുന്ന ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡിലീറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങളുടെ OTP വരും, ആ OTP സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്യണം, നിങ്ങൾക്കൊരു ഇമെയിൽ ഐ ഡിയും അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഭാഗത്ത് ആഡ് ന്യൂ കോൺടാക്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓർക്കുക, നിങ്ങൾ ആദ്യം ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്തതിന് ശേഷം മാത്രം ഡിലീറ്റ് ചെയ്ത് കളയാം. ഇവിടെ ആഡ് മൊബൈൽ നമ്പർ, ആഡ് ഇമെയിൽ എന്നുള്ള ഓപ്ഷൻ കാണും. ആഡ് മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എത്രയാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഏത് രാജ്യത്തെ നമ്പറാണെങ്കിൽ ഇവിടെ ചേഞ്ച് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കൺട്രി കോഡ് സെലക്ട് ചെയ്യാം. മൊബൈൽ നമ്പർ കൊടുക്കുക. നിങ്ങൾ ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിനും മാറ്റണമെന്നുണ്ടെങ്കിൽ അത് രണ്ടും സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും, ആ OTP തിരിച്ചു കൊടുത്ത് നിങ്ങൾക്ക് നമ്പർ ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമെയിലിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇമെയിൽ ആഡ് ഇമെയിൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു OTP വരും, ആ OTP തിരിച്ചു കൊടുത്ത് ഇവിടെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിൽക്കുക. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വളരെ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ മറ്റ് ഇമെയിൽ ഐ ഡികളും മൊബൈൽ നമ്പർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് ട്രൈ ചെയ്യുന്നില്ല. എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.